വിജയൻ സർക്കാരുകളുടെ പ്രത്യേകത അനുനിമിഷ അനുദിന കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. അയാളെ എതിർക്കുന്ന ഒന്നിനോടും സഹിഷ്ണുതയോടുകൂടി ജനാധിപത്യപരമായി സംവദിക്കാൻ അയാൾക്ക് കഴിയില്ല. അത് അയാളുടെ ശൈലിയാണ്. നിങ്ങൾ നോക്കൂ, അഡോൾഫ് ഹിറ്റ്ലറിനേക്കാൾ ജനാധിപത്യ വിരുദ്ധനാണ് പിണറായി വിജയൻ. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് മാത്രം മാനദണ്ഡമാക്കിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ജനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. 65 ലക്ഷം മനുഷ്യന്മാർ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ഈ പെൻഷൻ കിട്ടിയില്ല എങ്കിൽ ആ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് അവരുടെയൊക്കെ വീടുകളിൽ അരി വേവാൻ, കഞ്ഞി വേവാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പിണറായി വിജയനെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് പെൻഷൻ കൊടുപ്പിക്കും. ആ തരത്തിലുള്ള അഗ്രസീവായ സമരങ്ങൾ, അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരന്മാർ ചെയ്യുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ ബസ് കത്തിച്ച് മട്ടന്നൂരിലൊക്കെ സംഭവിച്ചതുപോലെ 5-6 മനുഷ്യന്മാരെ ചുട്ടുകൊല്ലുമെന്നൊന്നുമല്ല പറയുന്നത്. സമരത്തിൻ്റെ ആവശ്യകതയിൽ തീവ്രത ഉണ്ടാകും. രാഷ്ട്രീയ കേരളത്തിന് യുവജന പ്രസ്ഥാനങ്ങൾ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ഇന്ന് നമുക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണുള്ളത്. നമസ്കാരം. നമസ്കാരം രാഹുൽ. നമ്മളന്ന് ജാമ്യത്തിലിറങ്ങി അന്ന് തന്നെ വിളിച്ചിരുന്നു അല്ലേ? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് രാഹുലിനെ മുന്നിൽ കിട്ടിയത്. തിരക്ക് കൂടിയോ? അല്ല, തിരക്ക് കൂടിയിട്ടില്ല. അതിനു മുന്നേ തന്നെ നമ്മൾ കുറേ സംഘടനാപരമായ പരിപാടികളൊക്കെ ഫിക്സ് ചെയ്ത് അതിൻ്റെ ഓട്ടത്തിൽ തന്നെയായിരുന്നു. ഒന്ന്, ഈ സമരങ്ങളുടെ കാഷ്വാലിറ്റികൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ മാസം കഴിഞ്ഞ സമരം, ആ സമരത്തിൻ്റെ പോലീസ് കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ അറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ കാഷ്വാലിറ്റികൾ, അത്തരം കാര്യങ്ങളും തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സമരം ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞെങ്കിലും വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് സംഘടനാപരമായിട്ടും തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ മുൻകൂട്ടി തന്നെ തയ്യാറെടുത്ത ഇപ്പോൾ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു ക്യാമ്പയിൻ യങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യ ജയിക്കട്ടെ, ഫാഷിസം തോൽക്കട്ടെ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ ആയിപ്പോയി. ഈ അറസ്റ്റിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ വല്ലാതെ പിന്നാലെ കൂടുന്നൊരവസ്ഥയുണ്ടോ? അങ്ങനെയല്ല, മാധ്യമങ്ങൾ അങ്ങനെ പിന്നാലെ കൂടുകയല്ലോ. നമ്മൾ സമരം ചെയ്ത ആ ഇഷ്യൂ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഒരു യുവജന സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതൃത്വം കൊടുത്ത പ്രക്ഷോഭമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു മൃതശരീരവുമായി. ആ മൃതശരീരം ഇന്ന് കേരളത്തിലെ 65 ലക്ഷം മനുഷ്യന്മാരുടെ പരിച്ഛേദമായ മൃതശരീരമാണ്. പെൻഷൻ നിഷേധിക്കപ്പെട്ട അംഗപരിമിതിയുള്ളൊരു മനുഷ്യൻ എല്ലാ ആശ്രയങ്ങളും നഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു, വില്ലേജ് ഓഫീസിൽ പോയി പറയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റേതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ നടത്തിയ സമരം. അപ്പോൾ ആ സമരത്തിന് കേരളീയ പൊതുസമൂഹത്തിന്, ജനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്, കേരളീയ പൊതുസമൂഹത്തിന് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമ ശ്രദ്ധ ഈ പറയുന്നത് പോലെ ഈ സമരങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ രാഹുലിനെ വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഇമോഷണൽ ആണോ? അങ്ങനെ ഇമോഷണൽ ആകുന്ന ഘട്ടങ്ങളുണ്ട്, ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് വൈകാരികമാകാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സമരത്തെ പറ്റിയിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും താങ്കൾ ചോദിച്ചത്. എന്നെ ഇപ്പോൾ കല്യാശ്ശേരിയിൽ തൊട്ട് നമുക്ക് ഈ ആഡംബര ബസ്സിനെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അക്രമം ഉണ്ടായി. എൻ്റെ മനസ്സിനെ തട്ടിയത് ഒരുപാടെണ്ണം മനസ്സിൽ തട്ടി, സഹപ്രവർത്തകരാണ് തല്ലു വാങ്ങുന്നത്. പക്ഷേ ഏറ്റവും സഹിക്കാൻ പറ്റാതായി പോയത് ആലപ്പുഴയിലെത്തുമ്പം അജി ഗണ്ടല്ലൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അരയ്ക്ക് താഴെ ശരീരമില്ലാത്തവന്, പരിമിതി എന്നും പറയാൻ കഴിയില്ല, അരയ്ക്ക് താഴെ ശരീരമില്ലാത്തൊരു ചെറുപ്പക്കാരനെ പിന്നാലെ വന്നിട്ട് ഡിവൈഎഫ്ഐ ഗുണ്ടുകൾ മർദ്ദിക്കുകയാണ്. പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിലിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കണം അങ്ങനെയുള്ള സ്കൂളിൽ പെട്ടിരുന്ന ആളായിരുന്നില്ല. പക്ഷേ അവൻ മർദ്ദനം ഏറ്റുവാങ്ങി, എന്നിട്ട് അവനെ തല്ലി ഒരാളെ പോലും പിടിച്ചിട്ടില്ല, അവനെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വെക്കുമ്പോൾ ഏത് കേസ് വന്നാലും അവനെ പുറത്തിറക്കണം എന്ന് തീരുമാനിച്ച്. അപ്പോൾ അതൊരു ഇമോഷണൽ കണക്റ്റാണ്. അതിൻ്റെ സഹപ്രവർത്തകർക്ക് തല്ലു വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലീഷേഴ്സ് അല്ലെങ്കിൽ സോക്കോൾഡ് ക്ലാസ്സുകൾ മാറ്റിവെച്ചിട്ട് എനിക്ക് ഇമോഷണലായി തന്നെ അതിനോട് റിയാക്ട് ചെയ്യാനാണ് താല്പര്യം. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. രാഹുൽ ഇമോഷണൽ ആണെന്ന് ചോദിക്കാനൊരു കാരണമായി, അതായത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലേ? പലതരത്തിലുള്ള അറസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പലതവണ രാഹുൽ ആവർത്തിച്ച് പത്രസമ്മേളനങ്ങളും അല്ലാതെയും അഭിമുഖങ്ങളിലും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ നിയമപരമായിട്ട് അതിനകത്ത് വലിയ സാങ്കേതികത്വമുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിയമപരമായ സാങ്കേതികത്വത്തിൻ്റെ അല്ല. അപ്പോൾ എൻ്റെ കൺസേൺ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ എൻ്റെ കൺസേൺ, ആ കൺസേൺ കേരളത്തിൽ ഒരുപാട് പേരുടെ കൺസേൺ ആയതുകൊണ്ടായിരിക്കണമല്ലോ
ഇപ്പോൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ആ അറസ്റ്റിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നത്? മാധ്യമങ്ങൾ എന്നോടുള്ള ഞാൻ പറഞ്ഞു, മാധ്യമങ്ങൾ എന്നോടുള്ള താല്പര്യം കൊണ്ടല്ലല്ലോ, അത് കാണാൻ ജനമുള്ളത് കൊണ്ടാണ്, ജനത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. എൻ്റെ പ്രശ്നം എന്താണ്? ജയിലിൽ പോകാൻ നമുക്ക് മടിയില്ല. ഇനി വീട് വന്ന് വളഞ്ഞോട്ടെ, ഞാൻ ഒളിവിലാണെങ്കിലോ വല്ലതും വീട് വന്ന് വളഞ്ഞോട്ടെ, ഞാൻ 10 ദിവസക്കാലം അതിന് ഏതാണ്ട് 20 ദിവസത്തോളം കാലം തിരുവനന്തപുരം നഗരഹൃദയത്തിൽ കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ 10 തവണയിൽ കൂടുതൽ ഞാൻ പോയി. കഴിഞ്ഞ ദിവസം ഒപ്പിടാൻ പോയപ്പോഴും ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഞാൻ 10 തവണയിൽ കുറയാതെ കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ പോയി. നിങ്ങൾക്ക് CCTV ഫുട്ടേജ് പരിശോധിക്കാം. ഞാൻ എത്ര പൊതുപരിപാടികളിൽ പങ്കെടുത്തു, ഞാൻ ജയിലിൽ പോയി ഇവരെ കാണാൻ. അപ്പോഴൊന്നും ചെയ്യാതെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷന്മാരെ ഒരിക്കലും മുൻപ് ആദ്യമായിട്ടല്ല അറസ്റ്റ് ചെയ്യുന്നത്. അല്ല, ശരിയാണ്. പക്ഷേ ആരെയെങ്കിലും സമരം ചെയ്തതിൻ്റെ പേരിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത ഏത് സ്റ്റേറ്റ് ചീഫാണുള്ളത്? ഏത് സംഘടനയുടെ സ്റ്റേറ്റ് ചീഫാണുള്ളത് സമരം ചെയ്തതിൻ്റെ പേരിൽ വീട് വളഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് അതിനെ നമ്മൾ എന്തിനാണ് അതിന് ഇമോഷണലി അല്ല, അത് ബോധപൂർവം സർക്കാർ ഒരു അജണ്ട നിശ്ചയിക്കുകയാണ്. ഇപ്പോൾ ഒരു നിയമപരമായിട്ടല്ലല്ലോ അവർ ചെയ്യുന്നത്. അവർക്കൊരു 41 നോട്ടീസ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ പോകുമല്ലോ. ഞാൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരാളല്ലല്ലോ. ഞാനൊരു 10-20 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്ന ഫസ്റ്റ് ഡേ ദേ വോണ്ട് ടു കൺവേ എ മെസ്സേജ്. സ്റ്റേറ്റ് ചീഫിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. അത് ബാക്കിയുള്ള പ്രവർത്തകർക്കൊരു മെസ്സേജാണ്, നിങ്ങളെല്ലാം ഒതുങ്ങിക്കോണം എന്നൊരു ഫാഷിസ്റ്റ് ഭരണകൂടം തീരുമാനിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഡിസെൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിനകത്തോ നമ്മൾ ജയിലിൽ കിടക്കുന്നതിനകത്തോ, ഇനിയും ജയിലിൽ നിറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ്. സമരങ്ങൾ ഇനിയും ചെയ്യും. അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ചെയ്യട്ടെ. നമ്മുടെ പ്രശ്നം ഈ കാലാകാലങ്ങളായി പുലർത്തി വരുന്ന ഒരു ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളും മര്യാദകളുമുണ്ട്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി, ഏത് സംസ്ഥാന അധ്യക്ഷനെയാണ്, ഏത് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ, ചെറിയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ചെറിയ പ്രസ്ഥാനത്തിനെങ്കിലും സംസ്ഥാന അധ്യക്ഷനെ സമരത്തിൻ്റെ പേരിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇനി അപ്പോൾ തന്നെ എൻ്റെ വീട് വളയേണ്ട സാഹചര്യം എന്താ? ഞാൻ ഇറങ്ങി ഓടുമോ? എൻ്റെ വീട്ടിനകത്തേക്ക് പോലീസ് വരേണ്ട സാഹചര്യം എന്താ? നിങ്ങളതിൻ്റെ വിഷ്വൽസ് കണ്ടല്ലോ. വീട്ടിനകത്തേക്ക് കയറി വരേണ്ട കാര്യമുണ്ടോ? പോലീസുകാർക്കുണ്ടോ? അവരുടെ ഈ വാറണ്ട് ഉണ്ടോ? അവരുടെ സെർച്ച് ഓർഡർ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ നിയമ സംവിധാനത്തോട് പരിപൂർണമായി സഹകരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ഒരു വാറന്റ് പോലും ഇല്ലാതെ ഉദ്യോഗസ്ഥൻ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമോ? എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സമ്മതം ഇല്ലാണ്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോലീസിന് കഴിയുമോ? കഴിയില്ല. കാരണം അവരുടെ വാറണ്ടില്ല വെച്ചിട്ട് ഞാൻ അവരോട് സഹകരിക്കുകയാണ്. അപ്പോൾ അതൊരു മെസ്സേജാണ് സ്റ്റേറ്റിൻ്റെ മെസ്സേജ് ഞങ്ങൾ സപ്രസ് ചെയ്യും, സമരങ്ങളെ ഞങ്ങൾ സപ്രസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ കൂടുതൽ അഗ്രസീവായി സമരം ചെയ്തു. സ്റ്റേറ്റ് ചീഫിനെ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സമരങ്ങൾ നടക്കുന്നത്. രാഹുൽ, അതിനുശേഷം അതിനു മുമ്പൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊരു വ്യക്തിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് പലപ്പോഴും സംസാരിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാലോ, നമുക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ നമ്മളിങ്ങനെ പല പല സ്ഥലങ്ങളിൽ സ്ഥാനമാനങ്ങളിൽ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്താണെന്ന് അറിയാത്ത ഒരാളല്ല. രാഹുലിനെ മാത്രം CM ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മാത്രമാണോ? ഞാൻ മാത്രമല്ലല്ലോ. എതിർ ശബ്ദം ഉയർത്തുന്ന എല്ലാവരോടും ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ടാർഗറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ടുന്ന ആളാണെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത എന്താണ്? അസഹിഷ്ണുതയുടെ കൂമ്പാരമാണ് പിണറായി വിജയൻ. അസഹിഷ്ണുതയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം, അയാളുടെ ഇന്ധനം അസഹിഷ്ണുതയാണ്. MT വാസുദേവൻ നായർ അദ്ദേഹം സമരം ചെയ്തോ? MT വാസുദേവൻ നായരോളം കേരളത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഏതെങ്കിലും എഴുത്തുകാരൻ വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്തിനന്വേഷിക്കാൻ പോകുന്നത്? ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടുന്ന കാര്യമുണ്ടോ? എനിക്ക് നേരെ മൈക്ക് നീട്ടിയ 3 മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചു. അത് വിട്ടേക്ക്. ഈ എറണാകുളം ജില്ലയിൽ, നമ്മളിരിക്കുന്ന എറണാകുളം ജില്ലയിൽ സമരത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകയെ കേസെടുത്തില്ലേ? ഇനി പോട്ടെ, മഹിജ, ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജയെ ഒരു പരാതി പറയാനായിട്ട് ചെല്ലുമ്പോൾ മുടിയിലൂടെ വലിച്ചഴിച്ചില്ലേ? ഭാഗ്യവതി എന്ന് പറയുന്ന സ്ത്രീയെ കാണാൻ തയ്യാറായോ? അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. പിണറായി വിജയൻ്റെ പ്രത്യേകത, അയാളെ എതിർക്കുന്ന ഒന്നിനോടും സഹിഷ്ണുതയോടുകൂടി ജനാധിപത്യപരമായി സംവദിക്കാൻ അയാൾക്ക് കഴിയില്ല. അത് അയാളുടെ ശൈലിയാണ്. നിങ്ങൾ നോക്കൂ, പിണറായി വിജയനെ അറിയുന്ന കാലം തൊട്ട് നിങ്ങൾ നോക്കൂ, കേരളീയ പൊതുസമൂഹത്തിന് പരിചിതമാകുന്ന കാലം തൊട്ട് അസഹിഷ്ണുതയോട് കൂടി മാത്രമാണ് എതിർ ശബ്ദങ്ങൾ അയാൾ നോക്കിക്കണ്ടത്. യൂത്ത് കോൺഗ്രസിനോടുള്ള പ്രശ്നം എന്താണ്? യൂത്ത് കോൺഗ്രസിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാരിൻ്റെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PR വർക്കായിരുന്നില്ലേ നവകേരള സദസ്സ്? നവകേരള സദസ്സ് 1-ാം ദിവസം PR പോയി കാസർഗോഡ് ജില്ലയിൽ.
കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ പൂർത്തീകരിച്ച് പിന്നീട് എറണാകുളത്ത് 4 അസംബ്ലികൾ പൂർത്തീകരിക്കുന്നവരെ പിന്നീട് ആ PR എക്സൈസിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു? ഇല്ല. സമരങ്ങളുടെ പ്രതിഷേധങ്ങളെ നേരിടുന്നത് പോലീസ് ശൈലിയുടെ DYFI ഗുണ്ടകളുടെ വാർത്തകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അവരുടെ ഒരു വലിയ PR എക്സൈസിനെ തകർത്തു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിനോടുള്ള പ്രശ്നം. യൂത്ത് കോൺഗ്രസിനോടുള്ള പ്രശ്നമാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റേറ്റ് ചീഫിനോട് തീർക്കുന്നത്. അല്ലാതെ പിണറായി വിജയന് വ്യക്തിപരമായ എന്തോ ഒരു പ്രയാസം, ഇത് വ്യക്തിപരമല്ലല്ലോ, രാഷ്ട്രീയമാണ്, 100% രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ ജനാധിപത്യപരമായ പ്രതിഷേധത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെത് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം, അത്രേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് ഈ സമീപകാലങ്ങളിൽ ഉണ്ടാക്കിയ സമരങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ ഈ അറസ്റ്റും അതിനെ കുറച്ചുകൂടി സജീവമായി ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഈ അറസ്റ്റിന് ശേഷം എന്തൊക്കെയോ സംഭവിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതിനുശേഷം പല വലിയ തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും അതിനകത്ത് അഭിപ്രായം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അത്ര വലിയ ഇതിന് ശേഷം അറസ്റ്റിന് ശേഷം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി സമരം ശക്തമാക്കും, പ്രതിഷേധങ്ങൾ കൂടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടും വലിയ തോതിലൊന്നും എഫക്ട് ചെയ്യുന്നില്ലല്ലോ. അത് താങ്കൾ സമരങ്ങളെ കാണാത്തതുകൊണ്ട് തന്നെയാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അറസ്റ്റിന് ശേഷം അതിശക്തമായ സമരങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ സമയങ്ങളിൽ ഇറങ്ങിയ എല്ലാ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ മുന്നിലുമൊക്കെ ആ സമരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഏത് നേതാവ് അഡ്രസ്സ് ചെയ്തില്ലെന്നാണ് താങ്കൾ പറയുന്നത്? രാഹുൽ ഗാന്ധിയിൽ തുടങ്ങി, അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണല്ലോ. ഞങ്ങളുടെ ദേശീയ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ രാഹുൽ ഗാന്ധി നൽകിയ പിന്തുണ തൊട്ട് ആദ്യം പ്രതികരിച്ച ആൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു. മാധ്യമങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി ആ പരിമിതികളെ അതിജീവിച്ച് ആദ്യം പ്രതികരിച്ച ആളുടെ പേര് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന പാർട്ടിയിലെ 2ാമനാണ്. പ്രതിപക്ഷ നേതാവ്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അമേരിക്കയിലായിരുന്നു. പ്രതികരണം ഉണ്ടായില്ലേ? ശ്രീ രമേശ് ചെന്നിത്തല തൊട്ടിങ്ങോട്ട് പ്രതികരിക്കാത്തതായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് താങ്കൾക്ക് പറയാമോ? ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് ജനാധിപത്യ വിരുദ്ധമായ ആ അറസ്റ്റിനെ തുടർന്നുണ്ടാകുന്ന പോലീസ് വാഴ്ചകളെ പറ്റിയിട്ട് പ്രതികരിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് നേതാവിൻ്റെ പേര് താങ്കൾ പറഞ്ഞു? ഞാൻ കുറച്ചും കൂടി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ കുറച്ചുകൂടി ഉപയോഗിക്കാമായിരുന്നില്ലേ, രാഷ്ട്രീയമായി ഉപയോഗിക്കാമായിരുന്നില്ലേ? അതിശക്തമായ സമരങ്ങൾ നടക്കുകയും അതിശക്തമായി അത് ഉപയോഗിക്കപ്പെടുകയും കഴിഞ്ഞ ദിവസമാണ് ഞാൻ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയുടെയും പുതിയ ഭാഷയിൽ പറഞ്ഞാൽ കരച്ചിലെന്നോ പഴയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങലെന്നോ ഒക്കെ പറയാവുന്ന പ്രതികരണം കണ്ടത്. എന്തായിരുന്നു പ്രതികരണം? ഞങ്ങൾ സമരം നടത്തിയിട്ട് നിങ്ങളൊരു ഫോക്കസും കൊടുത്തില്ല, കേരളം ചർച്ച ചെയ്തില്ല, പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങൾ വലുതായിട്ട് ചർച്ച ചെയ്തു എന്ന് പറയുന്ന തരത്തിൽ എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് വരെ പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. കേരളീയ പൊതുസമൂഹം വലിയ രീതിയിലാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ്, അത് ഞാൻ വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല, ജനത്തിന് വേണ്ടി ചെയ്ത സമരമായതുകൊണ്ടാണ്. ഇപ്പോൾ വേറൊരു സമരത്തിൻ്റെ പേരിലാണ് ഞാൻ ജയിലിൽ പോകുന്നതെങ്കിൽ ജനം അത് കാണാനിരിക്കില്ല. എന്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം അത്ര വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത്? ജനത്തിനത് കാണാൻ താല്പര്യമുണ്ട്. ജനത്തിന് കാണാൻ താല്പര്യമുള്ളത് ഞാൻ പോയതുകൊണ്ടല്ല, ഞാൻ ചെയ്ത വിഷയത്തിൻ്റെ പേരിലാണ്. ഞാൻ സമരം ചെയ്ത വിഷയത പെൻഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? നാട്ടിലെ 65 ലക്ഷം സാധാരണ മനുഷ്യന്മാരെ ബാധിക്കുന്ന വിഷയമല്ലേ? 5 മാസക്കാലമായി കേരളത്തിൽ പെൻഷൻ കൊടുത്തിട്ടില്ല. ഞങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അടുത്ത ഘട്ട സമരങ്ങളിലേക്ക് പോവാണ്. നിയമസഭ തുടങ്ങാൻ പോവാണല്ലോ, നമുക്ക് നോക്കാം. നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കാണത്തക്ക രീതിയിൽ അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പിണറായി വിജയനെയും കൊണ്ട് യൂത്ത് കോൺഗ്രസ് പെൻഷൻ കൊടുപ്പിക്കും. ആ തരത്തിലുള്ള അഗ്രസീവായ സമരങ്ങൾ, അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ DYFIക്കാരന്മാർ ചെയ്യുന്നത് പോലെ ഇവരുടെയൊക്കെ മുഖത്ത്, മന്ത്രിമാരുടെയൊക്കെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുമെന്നോ, മന്ത്രിമാരെ വഴിയിൽ തടയുമെന്നോ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേർക്ക് കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബസ് കത്തിച്ച് മട്ടന്നൂരിലൊക്കെ സംഭവിച്ചതുപോലെ 5-6 മനുഷ്യന്മാരെ ചുട്ടുകൊല്ലുമെന്നൊന്നുമല്ല പറയുന്നത്. സമരത്തിൻ്റെ ആവശ്യകതയിൽ തീവ്രത ഉണ്ടാക്കും. പിണറായി വിജയനെയും കൊണ്ട് ഞങ്ങൾ പെൻഷൻ കൊടുപ്പിക്കും. അതുവരെ ഞങ്ങൾ സമരമായിട്ട് പോകും. ഈ യൂത്ത് കോൺഗ്രസ് പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നവകേരളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ നടന്നു. ഇതിനൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ രാഹുൽ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ നിന്ന് അടിച്ചമർത്തൽ ഉണ്ടാകുന്നുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് പ്രതിപക്ഷമൊക്കെ ആരോപിക്കപ്പെടുന്നു. ഈ അടിച്ചമർത്തൽ നിലനിൽക്കുമ്പോഴും നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ സമരം ശക്തമാക്കും, അല്ലെങ്കിൽ സമരം ശക്തമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. എന്നിട്ടും കഴിഞ്ഞ ദിവസം ഈ നവകേരളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇല്ലേ? ഗവൺമെന്റിനെതിരെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു അതിനകത്തൊരു തീരുമാനമുണ്ടാക്കാൻ. അപ്പോൾ സമരം എവിടെയാണ് രാഹുലെ ശക്തമാണെന്ന് പറയുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ സമരത്തിൻ്റെ തലത്തിൽ കാണാൻ കഴിയുക? എങ്ങനെയാണ്? ഇപ്പോൾ ആ വിഷയത്തിനകത്ത് സ്വാഭാവികമായി കേസെടുക്കേണ്ടതാരാണ്? പിണറായി വിജയൻ്റെ പോലീസാണ്. ഇപ്പോൾ പോലീസ് തീരുമാനിക്കണം ഞങ്ങൾ കേസെടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോക്ക് ചൂണ്ടിയിട്ട് നിങ്ങൾ കേസെടുത്തിട്ടേ പോകാൻ കഴിയുള്ളൂ എന്ന് പറയാൻ കഴിയുമോ?
നമുക്ക് സമരം ചെയ്യാം. സമരം പല രീതിയിലാണ്. കോടതി വ്യവഹാരങ്ങൾ സമരങ്ങളല്ലേ? അതൊരു സമരമാണല്ലോ. കോടതിയിൽ നടത്തുന്ന വ്യവഹാരങ്ങൾ പോലും സമരമാണ്. ഞങ്ങളത് വിട്ടില്ലല്ലോ. ഞങ്ങളുടെ 2 സഹപ്രവർത്തകരെ തലയ്ക്ക് തല്ലി, ഞങ്ങൾ വിട്ടോ? കല്യാശ്ശേരി തൊട്ടുള്ള ഏതെങ്കിലും കേസ് ഞങ്ങൾ വിട്ടിട്ടുണ്ടോ? ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായിട്ട് നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുക. അനിൽകുമാറിൻ്റെ സന്ദീപിൻ്റേത് മാത്രമല്ലേ നിങ്ങൾ വാർത്തകൾ കാണുന്നുള്ളൂ? എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോട്ടെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വരുന്നത്? ഞങ്ങളുടെ സമരം കൊണ്ടാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളുടെ സമരങ്ങളാണ്. ഇനിയും അത്തരമുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു തർക്കവും വേണ്ട. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇടപെടലും, ഇപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിലല്ലോ, ഞങ്ങൾ ഒപ്പോസിഷനിലാണ്. ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല, തീരുമാനം എടുപ്പിക്കാനേ കഴിയുള്ളൂ. പക്ഷെ കണ്ണിൽ ചോരയില്ലാത്ത ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. നിയമസഭാ സാമാജികന്മാർ നിരാഹാരം ഇരിക്കുമ്പോൾ അദ്ദേഹം മൈൻഡ് ചെയ്യാറുണ്ടോ, ഗൗനിക്കാറുണ്ടോ? നാട്ടിലെ സാധാരണക്കാരൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിജയൻ്റെ പോലീസ് ഉരുട്ടിക്കൊന്ന ഒരു വ്യക്തിയുടെ സഹോദരൻ എത്ര വർഷമായിട്ട് നിരാഹാരം ഇരിക്കുകയാണ്. ഗൗനിക്കാറുണ്ടോ പിണറായി വിജയൻ? ഗൗനിക്കില്ല. ഭാഗ്യവതിയുടെ സമരത്തെ അഡ്രസ്സ് ചെയ്തിരുന്നോ? മഹിജയുടെ സമരത്തെ അഡ്രസ്സ് ചെയ്തിരുന്നോ? ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തൊഴിലിനു വേണ്ടി ചെറുപ്പക്കാർ മുട്ടിലഴഞ്ഞ് ഭിക്ഷ എടുക്കുന്ന പാത്രങ്ങളുമായിട്ട് പോകേണ്ടി വന്നത് സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൗനിച്ചോ? ഇല്ല. അത് അയാളുടെ ശൈലിയാണ്. ഏകാധിപതികൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സമരങ്ങളോട് റെസ്പോണ്ട് ചെയ്യണം എന്നൊന്നും നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ഏകാധിപതികൾക്കെതിരായിട്ടുള്ള ചരിത്രം എന്താണ്? ശക്തമായ സമരങ്ങൾ, സാധ്യമാകുന്ന എല്ലാ വ്യവഹാരങ്ങളും, അതെല്ലാം ചെയ്ത് ഒരു ഏകാധിപതിയും ഒരുപാട് നാളൊന്നും വാണുപോയിട്ടില്ല. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന ആളുകളാണ് നമസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ വിജയനും നമസ്കരിക്കപ്പെടും. ഒരു തർക്കവും വേണ്ട. ഇതിനേക്കാൾ വലിയ വെല്ലുവിളിയായിട്ടല്ലേ ബംഗാളിൽ ഇറങ്ങുന്നത് ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ? എവിടെയപ്പോൾ ആ പാർട്ടി? ജ്യോതി ബസു മുഖ്യമന്ത്രി ആയതിൻ്റെ വാർഷികം, ആ വാർഷികത്തെപ്പറ്റി ഒരു നല്ല വാക്ക് പറയാൻ ഒരൊറ്റ നിയമസഭാ സാമാജികൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ബംഗാൾ ചുരുങ്ങിയില്ലേ? ജ്യോതി ബസു നമ്മൾ വായിച്ചില്ലേ? വിഷാദ രോഗം ബാധിച്ചിട്ടിരിക്കുകയാണെന്ന്. ഇതിനേക്കാൾ വലിയ അധികാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ അഹങ്കാരമായിട്ട് നടന്ന ആളുകളല്ലേ? അപ്പോൾ അതുകൊണ്ട് അധികാരത്തിൻ്റെ ഭ്രമം ബാധിച്ച ശ്രീ എം മുകുന്ദൻ്റെ ഭാഷ കടമെടുത്താൽ അമിതാധികാര പ്രസരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിജയനും കൂട്ടരും മറുപടി കാലത്തോട് പറയേണ്ടി ഒരു തർക്കവും വേണ്ട. കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ജാമ്യവും അല്ലെങ്കിൽ ഈ ഒരു ജയിൽവാസവും ഒക്കെ അതിനുശേഷം രാഹുലിന് പൂർണ്ണ പിന്തുണ എല്ലാ അർത്ഥത്തിലും നൽകിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിനപ്പുറം എങ്ങനെയാണ് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ, ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനപ്പുറം എന്ത് പിന്തുണയാണ് എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്ക് തരേണ്ടത്? ഞാനൊന്ന് ജയിലിൽ പോകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ തെരുവിൽ സമരം ചെയ്യുക, എൻ്റെ നേതാക്കന്മാർ അതിന് ഐക്യദാർഢ്യവുമായി കടന്നു വരിക. ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കൂ, ഓരോ സ്ഥലങ്ങളിൽ ആരുടെ നേതൃത്വത്തിലെ സമരങ്ങൾ നടന്നു നോക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനേക്കാൾ വലിയ പിന്തുണയോ ഐക്യദാർഢ്യമോ എനിക്ക് ലഭിക്കാനില്ല. എനിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ്. എൻ്റെ സംഘടനയ്ക്ക് ഇതിനേക്കാൾ വലിയ പിന്തുണയും ഐക്യദാർഢ്യവും പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടാനില്ല. വരുന്ന ഇലക്ഷൻ വരാണല്ലോ, തൃശ്ശൂർ എന്ത് സംഭവിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? തൃശ്ശൂർ ഉറപ്പായിട്ടും, തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ആ സാംസ്കാരിക തലസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വീണ്ടും പാർലമെൻറ്റിലേക്ക് എത്തിക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. ഇതിനേക്കാൾ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നും സംഭവിക്കാനില്ല. കേരളത്തിൻ്റെ മണ്ണ്, എന്തെല്ലാം രാഷ്ട്രീയ വ്യത്യാസങ്ങളും വേർതിരിവുകളും പറയുമ്പോഴും കേരളത്തിൻ്റെ മണ്ണ് മതേതര മണ്ണാണ്. ഈ സോയിൽ സെക്കുലർ സോയിലാണ്. ഈ സെക്കുലർ സോയിൽ വർഗീയതയുടെ ഒരു താമരയും വിരിയില്ല. എല്ലായിടത്തും കോൺഗ്രസിന് സെക്കുലറിസം കൊണ്ടുവരാൻ പറ്റിയെന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിലാണോ? കേരളത്തിൽ എവിടെയാണെന്ന്? കേരളം പോലും മണ്ണ്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മൾ വോട്ട് ബാങ്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ സെക്കുലറിസം കോൺഗ്രസിനായാലും CPM-നായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും രാഹുൽ? അല്ല, സെക്കുലറിസത്തെ എപ്പോഴാണ് കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഇന്ത്യൻ സെക്കുലറിസത്തെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്ത്യയുടെ മതേതരത്വം എന്താണ്? അത് ഈ കേരളത്തിലെ CPM-കാരും ഒരു പറ്റം ഇടത് ഇൻ്റലക്ച്വൽ ഇതുകളെന്ന് അവകാശപ്പെടുന്ന ആളുകളും പറയുന്ന മതനിരാസമല്ലല്ലോ ഇന്ത്യയുടെ മതേതരത്വം. ഇന്ത്യയുടെ മതേതരത്വത്തിൽ പറയുന്നത് എന്താ? എല്ലാ മതങ്ങളും ഒരുപോലെ, എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെ. ഇനി മതമുള്ളവരും മതമില്ലാത്തവനും ജീവിക്കുക. അതാണ് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പ്രത്യേകത. ഇവിടെ മതനിരാസമില്ല. നിങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന മതേതരത്വം അല്ലത്. നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങളുടെ വിശ്വാസം ഭരണഘടനാപരമാണ് എങ്കിൽ, നിങ്ങളുടെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസത്തെ ഹർട്ട് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വയലൻ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസം തുടരാം. അതേപടി തന്നെ എനിക്ക് അവിശ്വാസിയായും തുടരാം. എനിക്ക് സയൻറ്റിഫിക് ടെമ്പർമെൻറ്റിൽ മാത്രം ഉറച്ചു നിൽക്കാം. രണ്ടിനും സ്വാതന്ത്ര്യം നൽകുന്ന സെക്കുലറിസമാണ്. ആ സെക്കുലറിസത്തിൽ കോൺഗ്രസ് ഒരു തരത്തിലും മായം ചേർത്തിട്ടില്ല. അല്ലാതെ CPM പറയുന്ന മതനിരാസമാണ് സെക്കുലറിസം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടാൽ നമുക്കൊന്നും പറയാനില്ല. ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ
ഡോക്ടർ BR അംബേദ്കർ, ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും നമ്മളെക്കാൾ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ നടത്തിയ വലിയ ഭരണഘടനാപരമായ സംവാദങ്ങളിലൂടെയാണല്ലോ അതുണ്ടാകുന്നത്. അത് പറയുന്ന മതേതരത്വത്തെ പുലർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ച ഒരു കാലഘട്ടത്തിലും വരുത്തിയിട്ടില്ല. ഈ സുരേഷ് ഗോപിയുടെ ഒരു പുതിയ തൃശ്ശൂർ ഉണ്ടാകുന്ന ഒരു മാറ്റം, സുരേഷ് ഗോപിയിലൂടെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരിൽ ഒരു കോൺഫിഡൻസ് കുറവുമില്ല. തൃശ്ശൂരിൽ ഇതിനേക്കാൾ വലിയ പ്രചരണമല്ലായിരുന്നു, ഇതിനേക്കാൾ ഫ്രഷ്നെസ്സോട് കൂടിയിട്ടല്ലേ കഴിഞ്ഞ തവണ BJP മത്സരിച്ചത്. പക്ഷെ വലിയ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസത്തിലല്ലോ. അല്ല, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന് എന്താ കുറവ്? TN പ്രതാപന്റെ ഭൂരിപക്ഷത്തിൽ എന്തായിരുന്നു കുറവ്? ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ഭൂരിപക്ഷത്തിൽ എന്താ കംഫർട്ടബിൾ മാർജിനിലല്ലേ TN പ്രതാപൻ ജയിച്ചത്? നിലവിലെ സാഹചര്യത്തിൽ വേണമെങ്കിൽ അതിനെ മറികടക്കാവുന്ന അതൊരു ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ? കേരളം അല്ലേ ഇത്? ഇവിടെ കേരളത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നു എന്ന് പറഞ്ഞ ഈ ശ്രീധരൻ വ്യക്തിപരമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നിത്യം ഉണ്ടല്ലോ. വ്യക്തിപരമായി ശ്രീധരൻ ഉണ്ടായിരുന്ന ഒരു ഔന്നിത്യം, ഈ ശ്രീധരനെ പരാജയപ്പെടുത്തി വന്ന ആളുടെ പേര് ഷാഫി പറമ്പിലെന്ന്, ആ മണ്ഡലത്തിൻ്റെ പേര് പാലക്കാടെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സെക്കുലർ സോയിൽ. അതുകൊണ്ടാണല്ലോ, അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണലി പോളറൈസ്ഡ് ആണെങ്കിൽ ഷാഫി പറമ്പിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട്? കേരളം സെക്കുലറാണ്, ഹൈലി സെക്കുലറാണ്. അവിടെ യോഗി ആദിത്യനാഥ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള ആളുകൾ വന്ന് പ്രചരണം നടത്തിയ സ്ഥലമല്ലേ പാലക്കാട് മണ്ഡലം. ഇതിനേക്കാൾ വലിയ കെങ്കേമമായ പ്രചരണം നടത്തിയില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? റിസൾട്ട് വന്നപ്പോൾ പാലക്കാട്ടെ കേരളത്തിലെ ജനത ഷാഫി പറമ്പിലിൻ്റെ പിന്നിൽ നിന്നു. എന്തുകൊണ്ടാണ്? മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ്. അതേപടി തന്നെ തൃശ്ശൂരിലും TN പ്രതാപൻ്റെ പിന്നിൽ നിൽക്കും തൃശ്ശൂർ ജനത, ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ. തൃശ്ശൂർ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, തൃശ്ശൂർ ഇപ്പം നമുക്ക് ഏകദേശം TN പ്രതാപനിലേക്ക് എത്താമെന്നുള്ള അവസ്ഥയിലാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെയും ഈ ഒരു കോൺഫ്ലിക്ട്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നിങ്ങളുടെ രാഷ്ട്രീയ ഈ ചിന്താഗതികളിലൊക്കെ സാധാരണ ജനങ്ങളിൽ മാറ്റിമറിക്കും. ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവർ ഇലക്ഷൻ ടൈം ആകുമ്പോൾ എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു അടി ഉണ്ടാവുന്നു എന്നുള്ള ഒരു പറച്ചിൽ പൊതുവെയുണ്ട്. അത് പലപ്പോഴും കോൺഗ്രസിനെ ഒരു പ്രതിരോധത്തിലാക്കുന്നില്ലേ? അത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആ ഒരു സമയം, ഞാൻ മുൻ ഇലക്ഷനെ വെച്ചിട്ടാണ് പറയുന്നത്, മുൻകാലങ്ങളിലുള്ള നിങ്ങൾ പ്രിജുഡിസ്റ്റിക് ആയിട്ടല്ലേ പറയുന്നത്? അങ്ങയുടെ പ്രിജുഡിസം അല്ലേ അത്? എന്റെ പ്രിജുഡിസ് അല്ല ഞാൻ പറഞ്ഞത്, സാധാരണക്കാരായ ആളുകൾ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിൽ പറയൂ, ഫാക്ച്വലായി പറയൂ, ഏത് മണ്ഡലത്തിലാണ് മുൻകാലങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനുള്ളിൽ ഒരു തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ചർച്ച പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നാണ് ഒരാൾ പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് എടുക്കൂ. മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇത് ഞാൻ പറയുന്നത് മനുഷ്യന്മാരല്ലേ? ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഒരു സംഘം മനുഷ്യന്മാരുടെ ഒരു സങ്കേതമല്ലേ രാഷ്ട്രീയ പാർട്ടികൾ? ഒരു പ്രത്യയശാസ്ത്രപരമായി നിൽക്കുന്നു. പല അഭിപ്രായമുള്ള മനുഷ്യന്മാരാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകാറില്ലേ? അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങ് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, കുറ്റ്യാടിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റ്യാടിയിൽ ഇടതുപക്ഷം ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പരസ്യമായി ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് തെരുവിലൂടെ നടന്ന് ആ സ്ഥാനാർത്ഥിയുടെ കോലം കത്തിച്ച് ആ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് അടുത്ത സ്ഥാനാർത്ഥി നിർത്തേണ്ടി വന്നു. ആലപ്പുഴയിൽ, എറണാകുളത്തിന് അടുത്ത് കിടക്കുന്ന മണ്ഡലം പറയാം, ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയില്ലേ? സ്മാരകത്തിലൂടെ, രക്തസാക്ഷി സ്മാരകത്തിൻ്റെ മുന്നിലൂടെ പ്രകടനവും അസഭ്യവർഷം നിറഞ്ഞ പ്രതിഷേധങ്ങളുമായിട്ട് പോയില്ലേ? ഇനിയും BJP എടുക്കും. BJPക്ക് കേരളത്തിൻ്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രസക്തിയില്ല, അതുകൊണ്ട് വിട്ടേക്കും. അതിനകത്തെ തർക്കങ്ങൾ എന്താണ്? രാഷ്ട്രീയ പാർട്ടികളാണ്. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒന്നിലേറെ ആളുകൾ, യോഗ്യരായിട്ടുള്ള ആളുകളുണ്ടാകാം, ആ ആളുകളെ അനുകൂലിക്കുന്നവരുണ്ടാകാം, അവർക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ടാകാം. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അത് ഇന്ത്യയിൽ കോൺഗ്രസിനകത്ത് മാത്രമാണെന്ന് വിചാരിക്കരുത്. കോൺഗ്രസ് ഇവിടെ ചില സ്റ്റീരിയോടിപ്പുകളുണ്ട്. കോൺഗ്രസിനകത്താണ് തർക്കം. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന സംസ്ഥാനങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലുങ്കാന, ഈ 4 സംസ്ഥാനങ്ങളിൽ തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് 48 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. വലിയ വാർത്തകളല്ല. അപ്പുറത്ത് ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞിട്ടാണ് BJPക്ക് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ മാധ്യമങ്ങൾ
ഇടതുപക്ഷ സ്വഭാവമുള്ള മാധ്യമങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്, എല്ലാ മാധ്യമങ്ങളെയും ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ സ്വഭാവമുള്ള മാധ്യമങ്ങൾ എന്താ പറയുക, ആ സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു പറഞ്ഞു, കോൺഗ്രസിൽ അടി, മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഞങ്ങളാണ്, BJPക്ക് കഴിഞ്ഞില്ല. അവിടെ നിങ്ങളതിനെ ചോദ്യം ചെയ്യുന്നില്ല. കുറ്റ്യാടിയിൽ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രതിഷേധം നടന്നത് നിങ്ങൾ കാണില്ല, കോൺഗ്രസിൻ്റെ മാത്രമേ കാണുള്ളൂ. കോൺഗ്രസ് അല്ല, ഞാൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ മാത്രമേ ഓർമ്മയിൽ ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് സമ്മതിച്ചാൽ മതി. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസ്സിലുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാത്തിനും അതീതമായി പരിപൂർണമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ ആർക്കും ഇല്ലല്ലോ, അങ്ങനെ അഭിപ്രായം കഴിയാറില്ല. എല്ലാ പ്രസ്ഥാനങ്ങളിലുള്ള മനുഷ്യന്മാർ സമ്മേളിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലുള്ള പ്രശ്നങ്ങളും പോരായ്മകളും കോൺഗ്രസ് പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് എല്ലാ തരത്തിലും സക്സസ്ഫുൾ ആണെന്നാണ് രാഹുൽ വിശ്വസിക്കുന്നത്. ഇന്നത്തെ കാലത്തെയാണോ? ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്, അതായത് CPM അധികാരത്തിലേറിയ രണ്ടാം സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കോൺഗ്രസ് അതിനകത്തൊരു പ്രശ്നം ഞാൻ പറയാം. അതായത് മുൻപൊക്കെ ഒരു സർക്കാർ, ഏത് സർക്കാരും ആയിക്കോട്ടെ, EMS തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ള സർക്കാരുകളുടെ പ്രത്യേകത, ആ സർക്കാരുകളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇടയ്ക്കൊരു വീഴ്ച ഉണ്ടാകും. ആ വീഴ്ച അല്ലെങ്കിൽ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഒരു അഴിമതി അല്ലെങ്കിൽ അങ്ങനെ ജനം എതിർക്കുന്ന ഒരു വിഷയം, ആ വിഷയമുണ്ടായി ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കും അടുത്ത അത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നത്. എന്നാൽ വിജയൻ്റെ ഒന്നാമത്തെ സർക്കാരിനും രണ്ടാമത്തെ സർക്കാരിൻ്റെ പ്രത്യേകത എന്താ? വിജയൻ സർക്കാരുകളുടെ പ്രത്യേകത അനുദിന കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. എൻ്റെ ഓർമ്മയിലുണ്ട്, യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ച കാരണമൊന്ന്, സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ നമുക്ക് വിഷയം മാറ്റേണ്ടി വന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ ആ തരത്തിലുണ്ടാവുകയാണ്. പണ്ട് ഏതെങ്കിലുമൊക്കെ വകുപ്പിൽ ആരെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണിക്കുന്നതിന് പോലെ ഇപ്പോൾ എല്ലാ വകുപ്പിലും കുഴപ്പങ്ങൾ അല്ലേ? എത്ര വിഷയങ്ങളാണ് ഏതെങ്കിലും സർക്കാരുകളുടെ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഏതെങ്കിലും സർക്കാരുകളുടെ കാലത്ത് ഇത്രയേറെ സീരീസ് ഓഫ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ മുൻ കോൺഗ്രസ് സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ രാഹുൽ വിട്ടു. മുൻ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഇത്ര സീരീസ് ഓഫ് ഇഷ്യൂസ് വന്നിട്ടുള്ളത് എപ്പോഴാണ്? ഒരു വിഷയത്തിൽ തന്നെ ഞാൻ പറയട്ടെ, പ്രതിപക്ഷം ശക്തമാണെന്ന് സാധാരണഗതിയിൽ ആളുകൾ പറയുന്നത് ഒരു വിഷയത്തിൻ്റെ മുകളിൽ തുടർച്ചയായി സമരങ്ങൾ ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോഴത്തെ പ്രശ്നം, ഇന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കൂ. ഇന്നത്തെ ദിവസം ഞാനൊരു യുവജന സംഘടനയുടെ അധ്യക്ഷനാണ്. ഇന്ന് ഞാൻ ഏറ്റെടുക്കേണ്ടുന്ന വിഷയങ്ങൾ അതാ. CPO റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം കിടക്കുന്നില്ലേ? ഈ പെൻഷൻ പ്രായം ഘട്ടം ഘട്ടമായി 58 എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആലോചിച്ച് നോക്കണം. CITU വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന ഒരു ശുപാർശയുടെ പേരിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏജ് ബാർ 58 ആയിട്ട് റേസ് ചെയ്യാൻ പോവുകയാണ്. ആ വിഷയം കിടക്കുന്നു. പിൻവാതിൽ നിയമനങ്ങളുടെ വിഷയം കിടക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, സ്ക്രീനിൽ പോകുന്ന വാർത്ത എന്താ? എക്സാലോജിക്കിൻ്റെ വിഷയമല്ലേ? അതേ സമയത്തല്ലേ കോഴിക്കോട് ജില്ലയിൽ ഒരു സാധു മനുഷ്യൻ, അംഗപരിമിതിയുള്ളൊരു സാധു മനുഷ്യൻ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന 65 ലക്ഷം മനുഷ്യന്മാരുടെ പ്രശ്നമുള്ളത്? ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മയിൽ 1 മിനിറ്റിൽ 5 വിഷയങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മുൻപുള്ള ഏത് സർക്കാരിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇടത് സർക്കാർ, EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരാണ് കേരളത്തിലെ ആദ്യത്തെ അഴിമതി നടത്തിയ സർക്കാർ. അരികുംഭകോണമൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. അത് തൊട്ട് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന സർക്കാർ വരെ എടുത്തു നോക്കും. ഒരു സമയത്ത് ഇത്രയേറെ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുള്ള സർക്കാർ ഏതാണുള്ളത്? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നത്തെ സർക്കാരിൻ്റെ പ്രത്യേകത സൂപ്പർ ആക്റ്റീവായി കൊള്ളരുതായ്മ ചെയ്യുന്ന സർക്കാരാണ്. പ്രതിപക്ഷം ആക്റ്റീവാണ്, പക്ഷേ സൂപ്പർ ആക്റ്റീവായി കൊള്ളരുതായ്മ ചെയ്യുന്നൊരു സർക്കാരുള്ളപ്പോൾ ജനം കാക്ഷിക്കുക സൂപ്പർ ആക്റ്റീവ് പ്രതിപക്ഷത്തെയാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല, ഇവരുടെ അഴിമതിയിലെ റേഷ്യോ വർദ്ധിച്ചതുകൊണ്ട് ആ റേഷ്യോയിൽ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ടുള്ള പോരായ്മകളുണ്ടാകാം. അതിനെ കൂടി പരിഹരിച്ച് ജനത്തിന് വേണ്ടിയിട്ട് ജനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്തോട്ടെ ജനങ്ങൾ. പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ആ ജനങ്ങൾ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന സ്കെയിൽ എവിടെയാണോ അവിടേക്ക് ഉയരാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അതിലെന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ല, കൂടുതൽ സജീവമാകണം. പ്രതിപക്ഷം ഇങ്ങനെ നിന്നാൽ പോരെ, പറ്റില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് മതിയോ? ഇതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭരണപക്ഷത്തിന് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എപ്പോഴും പ്രതിപക്ഷം തന്നെയാണല്ലോ ഇടപെടുക പലതരത്തിലുള്ള വിഷയങ്ങൾ. അപ്പൊ ഇതിൽ യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും ഇത്രമാത്രം മതിയോ എന്നാണ് എന്റെ ചോദ്യം. ഇത്രമാത്രം മതിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടല്ല. മുൻ കാലഘട്ടത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളോടും പ്രതിപക്ഷങ്ങളോടുമുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, അതിനേക്കാൾ കൂടുതൽ സമരങ്ങളും അതിനേക്കാൾ കൂടുതൽ കേസുകളും അതിനേക്കാൾ കൂടുതൽ ജയിൽവാസവും അതിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി നേരിടേണ്ടി വന്നവരാണ് ഞങ്ങൾ. അത് അവർ മോശമായതുകൊണ്ടോ ഞങ്ങൾ മിടുക്കരായതുകൊണ്ടോ അല്ല, ഞങ്ങൾക്ക് അത്രയേറെ ഇഷ്യൂസാണ് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ആത്മവിമർശനമാണ് ഞാൻ പറഞ്ഞത്. സൂപ്പർ ആക്റ്റീവായിട്ടുള്ള ഭരണകൂട കൊള്ളരുതായ്മകളുടെ കാലത്ത് സൂപ്പർ ആക്റ്റീവായിട്ടുള്ള ജനപക്ഷം പ്രതിപക്ഷം വേണം, ഞങ്ങൾക്ക് ആക്റ്റീവ് ആകാനേ കഴിയുന്നുള്ളൂ എന്ന് ജനം പറഞ്ഞാൽ ഞങ്ങൾ സൂപ്പർ ആക്റ്റീവായുള്ള ശ്രമത്തിലേക്ക് പോകും. തർക്കമില്ല. 2 തവണ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ നമ്മൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങോളം ഇങ്ങോളം കുറെ കൂടിയൊക്കെ ഇടപെടൽ നടത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അതിലേക്ക് എത്തുന്നില്ല, അത് ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല. അങ്ങ് ഈ നാട്ടിലൊരു വോട്ടറാണ്. അങ്ങേക്ക് അങ്ങനെ കൺസേൺ ഉണ്ടെങ്കിൽ ആ കൺസേണിനെയും എല്ലാവിധ ബഹുമാനത്തോടു കൂടി ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങയുടെ കൂടി തൃപ്തി ഉണ്ടാകുന്ന ലെവലിലേക്ക് പ്രവർത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഞാൻ സാധാരണക്കാരായ ആളുകളുടെ റിയാക്ഷൻ ആണ് കേട്ടോ, നമ്മൾ സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന റിയാക്ഷനാണ് രാഹുലിനോട് പങ്കുവെക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാനത് വ്യക്തിപരമായി പറഞ്ഞതല്ല. ഇപ്പോൾ പ്രതിപക്ഷത്തെ അങ്ങ് ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങ് ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പം അങ്ങയുടെ കൂടി ഇവാലുവേഷനിൽ ബെറ്റർ സ്കോർ വരാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ജനങ്ങളുടെ ഇഷ്ടമാണ് നേടേണ്ടത് അല്ലേ? ജനങ്ങൾക്ക് ജനങ്ങളുടെ മാറ്റമാണ് വേണ്ടത്. ആ മാറ്റം വേണ്ടപ്പോൾ അതിനോടൊത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെയാണ്. കോൺഗ്രസ് ജനങ്ങളുടെ പൾസുകൾ എല്ലാ കാലഘട്ടത്തിലും ഉൾക്കൊണ്ടിട്ടുണ്ട്. എനിക്കതിനകത്ത് ജനങ്ങൾ വിമർശിക്കുന്നതിനകത്തും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾ, പൊതുസമൂഹം ഒക്കെ സാധാരണഗതി ഞങ്ങളോട് പറയുന്നു കോൺഗ്രസ് ഇങ്ങനൊന്നും ആയാൽ പോരാ, കോൺഗ്രസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകണം, കോൺഗ്രസ് അങ്ങനെ വരണം. ഇപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ്, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഇങ്ങനെയൊക്കെ വരണം എന്ന് പറയുന്നതിന് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഈ നാട്ടിൽ ഏതെങ്കിലും സാധാരണ ജനങ്ങൾ CPM അത് പറയില്ല. CPM പ്രതിപക്ഷത്തിരുന്നാലും പറയില്ല നിങ്ങൾ കുറേ കൂടെ മെച്ചപ്പെടണം. കാരണം CPM മെച്ചപ്പെടണമെന്ന് ജനം ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ BJP കുറേ കൂടെ മെച്ചപ്പെടണം ആരും പറയുന്നത്. BJP തിരിച്ചു ഒരു സംസാരമുണ്ട്, CPM കുറച്ചുകൂടെ ശക്തമായ പ്രതിപക്ഷമാണ് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇല്ലേ രാഹുൽ? അല്ല, പ്രതിപക്ഷത്തിന്റെ മാനദണ്ഡം എന്താണ്? നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അക്രമസമരങ്ങൾ മാത്രമാണ്. അതല്ലാതെ വേറെ എന്ത് മെറിറ്റില്ല നിങ്ങൾ പറയുക. ഒരു ചെറിയ നിലവിലില്ലാത്ത സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട സമരങ്ങൾ മുൻ സർക്കാരുകളുടെ സമയത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞങ്ങൾ സമരം ചെയ്യുന്ന വിഷയത്തിന്റെ മെറിറ്റ്, ഞങ്ങൾ പെൻഷന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു, യൂത്ത് കോൺഗ്രസ്. ഇന്ന് ആ സമരത്തെ തള്ളി പറയുന്ന DYFIയുടെ നേതാക്കന്മാർ, ഇന്നലകളിലെ നേതാക്കന്മാർ, അവർ താങ്കൾ സൂചിപ്പിച്ച സമരം നടത്തിയിട്ട് വന്ന ആളുകളാണ്. എന്നിട്ട് ഇപ്പോൾ സമരം നടത്തി, ഇപ്പം സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് പെൻഷന് വേണ്ടിയിട്ട് എൻ്റെ 300ഓളം സഹപ്രവർത്തകർക്ക് പിന്നെ അതിക്രൂരമായിട്ടുള്ള അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 100-100ലധികം എൻ്റെ സഹപ്രവർത്തകർ ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല ജില്ലകളിലായിട്ട് 1000-ലധികം സഹപ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്ത സമരമാണത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു സർക്കാർ വരുമ്പോൾ ആ സർക്കാരിൽ പെൻഷൻ കൊടുക്കാനുള്ള ഒന്നാമത്തെ സമ്മർദ്ദ ശക്തിയാവുക ഞാനും എൻ്റെ സഹപ്രവർത്തകരായിരിക്കില്ലേ? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ സമരം ചെയ്ത ആളുകൾ ഇവർ വിളിച്ച മുദ്രാവാക്യത്തോട് നീതി പുലർത്തുന്നുണ്ടോ? ഇവരുടെ കയ്യിൽ അധികാരം ഇരിക്കല്ലേ? അപ്പം ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും മുന്നേ അവർ പറയണ്ടേ ഞങ്ങളുടെ സമരങ്ങൾ തെറ്റായിരുന്നു എന്ന്? അധികാരത്തിൽ ഇരിക്കുകയല്ലേ 7.5 വർഷമായി. ഒരു മനുഷ്യനെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇല്ലാത്തൊരു കഥയുടെ പേരിൽ വേട്ടയാടി എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടത്തിയത്, എന്തെല്ലാം ആഭാസ അഴിഞ്ഞാട്ടങ്ങൾ നടത്തി സമരങ്ങളെന്ന പേരിൽ. അതെല്ലാം നടത്തിയിട്ട് ഇവരുടെ കമ്മീഷനെ വെച്ചു, അന്വേഷിച്ചില്ലേ? ഇവരുടെ പോലീസ് വെച്ചു, അന്വേഷിച്ചില്ലേ? ഈ നിയമസഭ MLA ഹോസ്റ്റലിലെ പഴയ കിടക്കുകളും പഴയ മെത്തയും പഴയ തലയാണയുടെ പഞ്ഞിയും വരെ പുറത്തെടുത്തിട്ട് വെച്ച് പരിശോധിച്ചില്ലേ? ഏതെങ്കിലും അന്ന് ആരോപണം ഉന്നയിച്ച ഏതെങ്കിലും ഒരു നേതാവിനെതിരായിട്ട് കടുകുമണിയുടെ വലിപ്പമുള്ളൊരു തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ആരോപണങ്ങൾ അന്ന് അവർ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണം അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സമരങ്ങൾ വ്യത്യാസമുണ്ട്. അന്ന് അവർ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഒട്ടും ആശാസ്യമല്ലാത്തൊരു കഥയുടെ പേരിൽ നടത്തിയ സമരവും ഞങ്ങൾ നടത്തുന്ന 65 ലക്ഷം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമരം വ്യത്യാസമുണ്ട്. ആ സമരത്തിന് വ്യത്യാസമുണ്ട്. പക്ഷേ അങ്ങനെ സമരം ചെയ്യുമ്പോഴും ഞങ്ങൾ ഈ നാട്ടിലെ ജനത്തിന് വേണ്ടിയിട്ടല്ലേ സമരം ചെയ്യുന്നത്? ജനത്തെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ സോളാർ വിഷയം, ഈ നാട്ടിലെ ഏത് സാധാരണക്കാരൻ്റെ പണം പോയതിൻ്റെ പേരിൽ അവർ നടത്തിയ സമരം, ഏത് സാധാരണക്കാരന് കിട്ടേണ്ടുന്ന ആനുകൂല്യം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവർ നടത്തിയ ഏറ്റവും ഐതിഹാസികമായ സമരം. ഞങ്ങൾ സമരം ചെയ്യുന്ന ഈ നാട്ടിലെ ഞാൻ പറഞ്ഞത് സർക്കാരുകൾ മാത്രം മാനദണ്ഡാക്കല്ലേ, ഭരണത്തെ മാത്രം മാനദണ്ഡാക്കല്ലേ. ഈ ലോകത്ത് അഡോൾഫ് ഹിറ്റ്ലർ ഭരിച്ചിരുന്നയാളല്ലേ, ബെനറ്റോ മുസോളിനി ഭരിച്ചിരുന്ന ആളല്ലേ, അഡോൾഫ് ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരിച്ചയാളാണ്.
പിണറായി വിജയൻ ഒരു അഡോൾഫ് ഹിറ്റ്ലർ ആണെന്നുള്ള അഭിപ്രായം അഡോൾഫ് ഹിറ്റ്ലറിനേക്കാൾ ജനാധിപത്യ വിരുദ്ധനാണ്. അഡോൾഫ് ഹിറ്റ്ലറിനേക്കാൾ ജനാധിപത്യ വിരുദ്ധനാണ് പിണറായി വിജയൻ. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് മാത്രം മാനദണ്ഡമാക്കിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ജനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. 65 ലക്ഷം മനുഷ്യന്മാർ, ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തവർ, ഈ പെൻഷൻ കിട്ടിയില്ല എങ്കിൽ ആ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം ജീവിതം അവസാനിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് അവരുടെയൊക്കെ വീടുകളിൽ അരി വേവാൻ, കഞ്ഞി വേവാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ സമരം നടത്തിയിട്ട് ഇപ്പം നിങ്ങളുടെയൊക്കെ മാനദണ്ഡങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, വിമർശകരുടെ മാനദണ്ഡങ്ങളെ ഉൾക്കൊള്ളാം, പക്ഷേ ഞങ്ങളുടെ അഗ്രസീവ്നെസ് പോരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജനത്തിനെതിരെ സമരം ചെയ്യാൻ കഴിയുമോ? ഞങ്ങൾ ഹർത്താൽ നടത്തിയില്ല. ഹർത്താൽ നടത്തി കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കണം. ഞങ്ങൾ ബസ്സുകൾ കത്തിച്ചില്ല. ബസ് കത്തിച്ച് ഈ പെൻഷൻ കിട്ടാത്ത സാധു മനുഷ്യന്മാരെ മട്ടന്നൂരിൽ CPM CI2 സമരത്തിൻ്റെ പേരിൽ 4 പേരെ ചുട്ടുകൊന്നതുപോലെ പെൻഷൻ കിട്ടാത്ത മനുഷ്യന്മാരെ ഞങ്ങൾ ചുട്ടുകൊല്ലണം. ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെയും വഴിയിലിട്ട് മർദ്ദിച്ചില്ല. TP ശ്രീനിവാസൻ സാറിനെ SFIക്കാരൻ കർണത്തടിച്ചതുപോലെ. ഞങ്ങൾ ഒരു മന്ത്രിയുടെ, ഇപ്പോൾ അവർ കൊണ്ടു നടക്കുന്ന KV തോമസ് ഉണ്ടല്ലോ, KV തോമസിനെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പോലും പെട്ട കാര്യത്തിനല്ലാതെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കരിയോയിലൊഴിച്ച പാർട്ടിയാണ്. ഞങ്ങൾ എങ്ങനൊരു മന്ത്രിയുടെയും ദേഹത്ത് കരിയോയിലൊഴിക്കാൻ പോകുന്നില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ സമരത്തിന് തീവ്രത പോരാ എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് തിരുത്താനില്ല. പക്ഷേ ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യങ്ങളുടെ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് കുറെ കൂടി ഉപയോഗിക്കാമായിരുന്നില്ല, പ്രത്യേകിച്ച് തൃശ്ശൂർ ഇലക്ഷൻ വരുന്നു. കരുവന്നൂരിൽ കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തിൻ്റെ 100ാം ദിവസം ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ. 100ാം ദിവസം, അതായത് 99 ദിവസം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ സമരം നടന്നിരുന്നു. ഞാൻ പറയട്ടെ, അതായത് ഞാൻ ചെല്ലുന്നത് 100ാമത്തെ ദിവസമാണ്. അതായത് അതിനും 99 ദിവസം വരെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശേഷവും ആ സമരം മുന്നോട്ട് പോയി. കരുവന്നൂർ സമരം എന്നാ മാധ്യമങ്ങൾ കരുവന്നൂർ സമരം എടുത്തു തുടങ്ങിയത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 100ാം ദിവസം സമരത്തിന് പോകുമ്പോൾ ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവിടുത്തെ പ്രാദേശികമായി കോൺഗ്രസ് നേതൃത്വം പറയുന്ന, ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്ന ഒരു വിഷയത്തിൽ സമരം ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്, അഭിവാദ്യം ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്. അന്നൊരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. ഇന്ന് മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന എപ്പോഴാണ്? കോൺഗ്രസ് ആ വിഷയം ഏറ്റെടുത്തപ്പോഴാണ്. കരുവന്നൂരിൽ ആ ബാങ്കിന് പിന്നാലെ നിൽക്കുന്ന നേതാവിൻ്റെ പേരെന്താണ്? അനിലക്കര എന്നല്ലേ? അനിലക്കരയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? അവിടെ തുടർച്ചയായി സമരം നടത്തിയ ആളാരാണ്? TM പ്രതാപനല്ലേ? TM പ്രതാപന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? ഇപ്പോഴും പ്രശ്നം തീരുന്നില്ലല്ലോ. അല്ല, ആ സമരം ഞങ്ങൾ വിട്ടിട്ടുണ്ടോ? ഞങ്ങൾ തുടർച്ചയായി സമരം നടത്തുന്നില്ലേ? ഞങ്ങൾ കോടതി വ്യവഹാരങ്ങൾ നടത്തുന്നില്ലേ? ഞങ്ങൾ കോടതി വ്യവഹാരങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എത്ര മെച്ചങ്ങളുണ്ട്. CPMന് കേസ് എടുക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങളുടെ കോടതി വ്യവഹാരങ്ങളിലൂടെ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പലതര രീതികളിൽ ഞങ്ങൾ സമരങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സമരങ്ങൾ കേൾക്കാൻ സഹിഷ്ണുതയില്ലാത്ത ആളുകളാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ പരിമിതിയാണ്. ആ പരിമിതിയെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ജനാധിപത്യപരമായി നിൽക്കുന്ന ആളുകളോടാണ് സമരങ്ങൾ കൊണ്ട് പരിപൂർണമായി വിജയം ഉണ്ടാക്കുന്നത്, അല്ലേ? ഇപ്പോൾ ബ്രിട്ടീഷുകാർ ജനാധിപത്യ വിരുദ്ധരായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ എത്ര പതിറ്റാണ്ട് സമരം ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 1ാമത്തെ ദിവസം റിസൾട്ട് ഉണ്ടായില്ലല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോട്ടെ, റെക്കോർഡിക്കലായി 1857 ആദ്യ കലാപം തൊട്ട് 947 സ്വാതന്ത്ര്യദിനം വരെ 90 വർഷമല്ലേ? 90 വർഷം ചെയ്തപ്പോഴാണ് ഒരു വിഭാഗത്തിന്, ഒരു ഫാഷിസ്റ്റുകൾക്ക്, ഒരു ഇമ്പീരിയലിസ്റ്റുകൾക്ക് അവർ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധതയെ പറ്റി ബോധ്യം ഉണ്ടാകുന്നത്. ഫാഷിസ്റ്റുകൾ അങ്ങനെയാണ്, ഏകാധിപതികൾ അങ്ങനെയാണ്. ഒറ്റയടിക്കൊന്നും മനസ്സിലാകണമെന്നില്ല. പക്ഷെ മനസ്സിലായിട്ടേ അവർക്ക് പോകാൻ കഴിയൂ. അവസാന വിജയം ജനത്തിൻ്റെതായിരിക്കും. ഒരു ഏകാധിപതിയും മാണിട്ടില്ല, ജനം വിജയിക്കും. യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ID കാർഡിനെ കുറിച്ച് എന്താ രാഹുലിന് പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഞാൻ അതിനകത്ത് 1ാമത്തെ ദിവസം തൊട്ട് എടുത്തിട്ടുള്ള നിലപാടുകളിലൊരു സുതാര്യതയുണ്ട്. ഏത് തരം അന്വേഷണം നിങ്ങൾക്ക് നടത്താം. സ്റ്റേറ്റിൻ്റെ, സെൻട്രലിൻ്റെ ഏത് ഏജൻസി, ഇനി ഇൻ്റർനാഷണൽ ഏജൻസി കൊണ്ടുവന്നുള്ളൂ. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? ശിക്ഷിക്കുള്ളൂ. ഞങ്ങളതിനകത്തൊരു പ്രതിരോധവും തീർക്കാനില്ല. ഒരു പ്രതിരോധവും തീർക്കേണ്ടുന്ന ബാധ്യതയും ഞങ്ങൾക്കില്ല. പക്ഷേ ആ കേസ് പറഞ്ഞുകൊണ്ട് തുടക്കം തൊട്ട് യൂത്ത് കോൺഗ്രസിനെ അങ്ങ് നിർവീര്യമാക്കിയേക്കാം എന്ന് പറയുന്നൊരു പദ്ധതി സർക്കാരിനുണ്ടായിരുന്നു. ആ പദ്ധതിയാണ് ടിയർ ഗ്യാസിനേക്കാൾ വേഗത്തിൽ ചീറ്റിൽ പോയത്. ഞങ്ങൾ ആ കേസിൻ്റെ പിന്നാലെ പോകാനില്ല. സർക്കാരിന് പോകാവുന്നിടത്തോളം പോകട്ടെ, എത്ര വേണേൽ പോകാം. ഏതെല്ലാം ഏജൻസികൾ സർക്കാരിൽ അന്വേഷിക്കട്ടെ. ഏറ്റവും അവസാനം പിടിയിലായവർക്കും രാഹുൽ മാങ്കൂട്ടത്തിനുമായി അടുപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് രാഹുൽ? യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയാണല്ലോ ഈ അറസ്റ്റ് ചെയ്തതൊക്കെ. യൂത്ത് കോൺഗ്രസിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകരെ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഞാനുമായിട്ടല്ലാതെ പിന്നെ DYFI സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണോ ബന്ധം ഉണ്ടാവുക? എന്നിട്ട് ഈ അറസ്റ്റ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? ഞാനതിനകത്ത് അവർക്ക് പോലും ഒരു ഡിഫൻസ് ഒരുക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു, അറസ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? താങ്കൾ ആ കോടതി നടപടികൾ ഫോളോ ചെയ്തിട്ടുണ്ടോ?
കോടതികൾ പ്രോസിക്യൂഷനെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തിട്ട് ഉടുത്തിട്ടുള്ളത് താങ്കൾ വായിച്ചിട്ടുണ്ടോ? വായിക്കണം. കോടതിയുടെ പാസിംഗ് റിമാർക്കുകൾ വായിക്കണം, ജഡ്ജ്മെൻറ്റ് വായിക്കണം. ഒന്ന് വായിച്ചു നോക്കിയാൽ ചിറ്റ് നൽകുന്ന അവസ്ഥയിലാണോ വ്യാജ ID കാർഡ് യൂത്ത് കോൺഗ്രസ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല? യൂത്ത് കോൺഗ്രസിന്റെ ഒരു തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളും ഈ വ്യാജ ID കാർഡുമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല എന്നാണോ? ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ലാതെ സംഘടനാ പ്രവർത്തനം നടത്താനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന സമരങ്ങളെ ജനം വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന സമരങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് കൂടുതൽ അംഗീകാരവും സ്വീകാര്യതയും ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്ക് വിലപിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞങ്ങൾ ചെയ്യുന്ന സമരങ്ങൾ കൊണ്ടാണ്. പറഞ്ഞല്ലോ, ഇതിനപ്പുറം എന്താ ചെയ്യാൻ കഴിയുക? സർക്കാരിന് അവരുടെ ഏത് അന്വേഷണവും വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ പോകുന്നില്ലല്ലോ. അവർ അന്വേഷിക്കട്ടെ, അവരുടെ കയ്യിലല്ലേ ഫോഴ്സ് ഇരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചിട്ട് ഇതിനകത്ത് കുറ്റവാളികളുണ്ടോ കണ്ടെത്തട്ടെ. നമ്മളൊരു പ്രതിരോധം തീർക്കാനില്ല. അവർ ചെയ്തോട്ടെ, അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. പിന്നെ താങ്കൾ പറയുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ കോടതി വ്യവഹാരങ്ങൾ കൂടി ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കോടതികൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. നിങ്ങൾ രാജ്യദ്രോഹമല്ലേ പറഞ്ഞത്? ഒന്നാമത്തെ ദിവസം എല്ലാവർക്കും ജാമ്യം കിട്ടിയില്ലേ? രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് ഒന്നാമത്തെ ദിവസം ജാമ്യം കിട്ടുമെന്നുള്ളത് അങ്ങയുടെ ഏറ്റവും വിചിത്രമായ ഭാവനയിലെങ്കിലും വരുന്നൊരാശയമാണ്. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ഒന്നാമത്തെ ദിവസം ജാമ്യം കിട്ടുന്നത്? അപ്പോൾ സർക്കാർ ഒരു യുവജന സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ, ടാർണിഷ് ചെയ്യാൻ ഒരു മാർഗവുമായി വന്നാൽ ഈ നാട്ടിലെ കോടതികളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതിന് മറുപടി ഉണ്ടാവുക. അവർ ചെയ്തോട്ടെ. രാഹുൽ ആദ്യമായിട്ടല്ല ജയിലിൽ പോകുന്നല്ലേ? രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുമ്പും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജാമ്യം കിട്ടും എന്നൊരു തുടക്കത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ആ സമയത്ത് നമ്മൾ രാഹുലിന് ജാമ്യം എന്ന് ഹെഡിങ് അടിച്ച് വെച്ചിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, രാഹുലിന് ജാമ്യം കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു? അല്ല, പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെന്റ് തുടക്കം തൊട്ട് ഞാൻ കാണുകയാണല്ലോ. ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. സ്വാഭാവികമായിട്ടൊരു സമരം ഉണ്ടാകുന്നു. ആ സമരത്തിൽ പ്രോസിക്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്ത് സർക്കാരിൻ്റെ ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ പോകാൻ ഒരു മടിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാതിരുന്നത്. കുറേ പരിപാടികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കുറേ പരിപാടികൾ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് ഞാൻ ജയിലിലേക്ക് പോകുന്നത്. അതിനപ്പുറം ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു സമയത്താണ് ഞാൻ ജയിലിലേക്ക് പോകുന്നത്. അപ്പോഴും ചില അഭിഭാഷക സുഹൃത്തുക്കൾ പറഞ്ഞു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട. എൻ്റെ സഹപ്രവർത്തകർ 36 പേര് ഒറ്റ സമരത്തിൻ്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട്. 36ഓളം പേർ. ആ 36 പേർക്കില്ലാത്ത ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റിയും എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് വളരെ എളുപ്പം കിട്ടാവുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വേണ്ട എന്ന് വിചാരിച്ച് തന്നെ ഞാൻ നിന്നത്. അപ്പോൾ അവർ വന്ന് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ പോകുന്നു. ഒരു സർക്കാർ ചെയ്യുവാൻ പാടില്ലാത്ത എത്രയെല്ലാം ഇടപെടലുകൾ ആ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത രീതി തൊട്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് അവിടെ വന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറെ രാവിലെ കണ്ടിട്ട് അദ്ദേഹത്തിന് പോയിൻറ്റ്സ് ബ്രീഫ് ചെയ്യുന്നതിൻ്റെ കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാ കേസിലും ഉണ്ടാകാറുണ്ടോ? പ്രോസിക്യൂട്ടർ ശക്തമായ ഭാഷയിൽ എതിർത്തു, വിമർശിച്ചു, അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. വ്യാജ തെളിവുകൾ കൊണ്ടുവന്നു. ഒരു മെഡിക്കൽ റഫറൻസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എനിക്ക് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നത് എങ്ങനെയാണ്? മജിസ്ട്രേറ്റ് കോടതിയിൽ അവർ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൈ ഒടിഞ്ഞിട്ടുണ്ട്. എന്താണ് തെളിവായിട്ട് പറഞ്ഞത്? എക്സ്റേ എടുക്കാനായിട്ട് റഫറൻസ് എഴുതി. അപ്പോൾ മേൽക്കോടതി ചോദിച്ചത്, സെഷൻസ് കോടതി ചോദിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റേ എവിടെ എന്ന് ചോദിച്ചു. ഹാജരാക്കാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് അതടക്കമുള്ള വിഷയങ്ങൾ. ഇനിയും ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന നാടകങ്ങൾ. RMOയ്ക്ക് എന്താ റോള്? ഒരു റൊട്ടീൻ ആക്ടിവിറ്റിയിൽ എന്തിനാണ് RMO വന്ന് ഇൻവോൾവ് ആകുന്നത്? ആരുടെ നിർദ്ദേശമാണ് അവർ നടപ്പാക്കിയത്? അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് തുടക്കം തൊട്ട് ഉറപ്പായിരുന്നു അത് റിമാൻഡ് ചെയ്യപ്പെടും. റിമാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് റിമാൻഡ് ചെയ്യുന്നതിനകത്ത് ഒരു പരാതിയോ ഒരു പരിഭവമോ ഇല്ല. സമരം ചെയ്തിട്ട് ജയിലിൽ പോകാൻ, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ട് ജയിലിൽ പോകാൻ അഭിമാനമേ ഉള്ളൂ. ഇനിയും ജയിലിൽ പോകും, ജയിലിൽ നിറയ്ക്കും യൂത്ത് കോൺഗ്രസ്സുകാർ. പക്ഷേ അറസ്റ്റ് ചെയ്ത ആ രീതിയെ മാത്രമാണ് വിമർശിച്ചത്. അല്ലാതെ ഏതെങ്കിലും കാര്യത്തെ വിമർശിച്ചു? ഒന്നും വിമർശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് ജയിലിൽ പോകുന്നത് 18ാമത്തെ വയസ്സിലാണ്. എൻ്റെ 18ാമത്തെ വയസ്സ് ജയിലിൽ പോകാമെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കും എനിക്ക് ജയിലിൽ പോകാൻ ഒരു മടിയില്ല, ഒരു പ്രശ്നവുമില്ല. തിരിച്ചിറങ്ങിയപ്പോൾ എന്താണ് ആ മനസ്സിലുണ്ടായിരുന്നൊരു അവസ്ഥ? ജയിലിൽ പോകുന്ന ആദ്യമായിട്ടല്ല, എന്നാലും ഈ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു നേതാവ് ജയിലിൽ പോകുന്നു, തിരിച്ചു വന്നപ്പോൾ പ്രവർത്തകരെ കണ്ടപ്പോൾ എന്തായിരുന്നു മനസ്സിനകത്തുണ്ടായിരുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരെ പറ്റി ഓർത്ത് വലിയ അഭിമാനം ഉണ്ടായി. സർക്കാർ ഉദ്ദേശിച്ചത് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ കയറി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താൽ
തീർന്നു, ഇനി ആ പ്രസ്ഥാനം ഉയർന്നു വരില്ല, ആശങ്കകൾ ഉണ്ടാകും എന്ന് വിചാരിച്ചിടത്ത് അതിനേക്കാൾ ആർജവത്തോടു കൂടി സമര തീക്ഷണമായി ആ ഒരു 9 ദിവസക്കാലം കേരളത്തെ ആ സമരത്തിൻ്റെ തീക്ഷണതയിൽ നിലനിർത്തിയ സഹപ്രവർത്തകരോട് വലിയ അഭിമാനം ഉണ്ടായി. അവരെ കാണുവാൻ വലിയ സന്തോഷമുണ്ടായി. ഇത് കഴിഞ്ഞിട്ടും ഈ സമരത്തിൻ്റെയൊക്കെ ഭാഗമായി പരിക്ക് പറ്റിയവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഓടിപ്പോയത്. അതെ, ഞാൻ വിളിക്കുമ്പോഴും രാഹുൽ പറഞ്ഞ ഉടനെ അഭിമുഖത്തിന് ഇരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മിക്കുന്നുണ്ട്. പിറ്റേ ദിവസം സമരം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ അന്ന്? അല്ല, നമുക്ക് ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമരം കഴിഞ്ഞിട്ട് വരികയാണ് എനിക്കറിയാം. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അതിശക്തമായ സമരം, ഞാൻ ജയിലിൽ പോയതുമായി ബന്ധപ്പെട്ടിട്ട് അതിശക്തമായ സമരം നടത്തി. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രവീണിനെ റെഗുലർ ലാത്തിച്ചാർജ് അല്ല, ആ ലാത്തിച്ചാർജ് കൂടാതെ വലിച്ചഴച്ചു കൊണ്ടുപോയി പോലീസുകാരുടെ ഒരു പോലീസ് മതിലിനകത്തേക്ക്, പോലീസുകാരുടെ ഒരു മനുഷ്യ മതിലിനകത്തേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു. അവൻ്റെ തലയ്ക്ക് രക്തസ്രാവം ഉണ്ടായി. മേഘ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തലയിലാണ് പോലീസ് അടിക്കുന്നത് ലാത്തി വെച്ചിട്ട്. ആ കുട്ടിയുടെ ഇയർ ബാലൻസ് തകർന്നു. വളരെ പാവപ്പെട്ട ചുറ്റുപാടിലുള്ളൊരു പെൺകുട്ടി ലോൺ എടുത്ത് 25 ലക്ഷം രൂപ ബാധ്യത വരുത്തി സ്ഥലം വരെ ജാമ്യമായി കൊടുത്ത് ഒരു സംരംഭം തുടങ്ങി. ആ സംരംഭം തുടങ്ങിയതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഇങ്ങനെ പരിക്ക് പറ്റുന്നത്, ക്രൂരമായി പരിക്ക് പറ്റുന്നത്. ആ പെൺകുട്ടിയോട് ഡോക്ടർമാർ പറഞ്ഞത് ഇനി ഒരിക്കലും 2 വീലർ ഓടിക്കാൻ കഴിയില്ലെന്ന്. അവളുടെ ആ വരുമാന സ്രോതസ്സിനെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെട്ടു. ഞങ്ങൾ സമരം നടത്തിയില്ല, ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് സമരമൊഴിഞ്ഞ് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടകാലത്ത് സമരമൊഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഈ തലമുടിയിൽ ചവിട്ടിയ വിഷയമുണ്ടല്ലോ, അത്തരം വിഷയങ്ങളിലൊക്കെ കുറച്ചും കൂടി സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ പൊതുജനങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് അത്തരം വിഷയങ്ങളെ കുറച്ചും കൂടിയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഒരു ഒറ്റ സെക്കൻഡ്, അതായത് ഇപ്പം കർഷക ആത്മഹത്യ വരുന്നുള്ളൂ. ഇപ്പം നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഭിന്നശേഷിക്കാരനായ ഒരാൾ മരിക്കുന്നു, അതും പെൻഷൻ കിട്ടാത്തതിന്. നിങ്ങൾ മറിയക്കുട്ടിയുടെ പിന്നാലെ പോകുന്ന അതിനേക്കാൾ കുറച്ചും കൂടി വ്യാപ്തിയുണ്ട് ഇന്നലത്തെ മരണത്തിന്. അതാണ് വിഷയം എന്നുണ്ടെങ്കിൽ, ആ മരണം അതാണ് കാരണം എന്നുണ്ടെങ്കിൽ, എപ്പോഴും ഒരു മരണം സംഭവിച്ച ഉടനെ നമുക്കതിനെ പ്രവചിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കർഷക ആത്മഹത്യ നിലനിൽക്കുന്നു, പെൻഷൻ വിതരണം, പല സ്ഥലങ്ങളിലും നമുക്ക് അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല, വിലക്കയറ്റം, പിന്നെ നമ്മളെല്ലാം രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ബാധിക്കുന്ന വിഷയം. ഇത്തരം വിഷയങ്ങളെല്ലാം ഒരുമിച്ച് ഇത്രയും ധാരാളം വിഷയം, ഇപ്പം രാഹുൽ തന്നെ പറയുന്നുണ്ട് എണ്ണി 10-15ഓളം കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം ഒരുമിച്ചൊരു സാറിന്റെ ഒരുമിച്ച് വരണ്ടേ? എന്നാലല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സക്സസ് എന്ന് പറയുന്ന, ഒരു സമരത്തിന്റെ സക്സസ് എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിന്റ് വരുന്നുള്ളൂ. രാഹുലെ, അങ്ങേക്ക് മറ്റാരേക്കാൾ ബോധ്യം ഉണ്ടായിരിക്കും. കാരണം അങ്ങൊരു അഭിമുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്, ജയിലിൽ പോകുന്ന സ്വാഭാവികമായിട്ട് സമരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ, സമരം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര ദിവസം വരെ ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളെല്ലാം സമരമായിരുന്നു, ഇന്നുപോലും സമരമായിരുന്നു. സമരമുഖരിതമാണ്. അങ്ങയുടെ അസംതൃപ്തിയെ പൂർണ്ണമായി ഞാൻ പറഞ്ഞല്ലോ, എന്നിലൂടെ ഞാൻ പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അസംതൃപ്തിയല്ല ഞാൻ പറഞ്ഞത്. അങ്ങയുടെ ആ കൺസേണിനെ ഞാൻ വളരെ ഗൗരവത്തോടെ, ഞാൻ അതിനെ റദ്ദ് ചെയ്ത് തോൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, വാദിച്ച് തോൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. അങ്ങയുടെ കൺസേണിനെ ജനാധിപത്യപൂർണ്ണമായ മര്യാദയോടുകൂടി സ്വീകരിക്കുന്നു. ഞങ്ങളുടെ പരിമിതി ഞങ്ങൾ പറഞ്ഞു, ആ പരിമിതി അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷറുകൾ ഉണ്ടാകും. ഇപ്പോൾ പെൻഷൻ വിഷയം വളരെ ഗൗരവത്തിലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നിയമസഭ കൂടാൻ പോവുകയാണല്ലോ, നമുക്ക് നോക്കാം. അതിശക്തമായ സമരങ്ങൾ ഉണ്ടാകും. ഇടയ്ക്ക് പറഞ്ഞു പോയൊരു പേരുണ്ട്, മറിയക്കുട്ടി. ഇപ്പം മറിയക്കുട്ടിയുടെ പിന്നാലെ പോയി, മറിയക്കുട്ടിയുടെ പിന്നാലെയും പോകണം. അപ്പോൾ ഒന്നാലോചിച്ചു, ആരാണ് മറിയക്കുട്ടി? എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് സംസാരിച്ച് വരുമ്പോൾ അറിയാതെയെങ്കിലും അങ്ങനെ മറിയക്കുട്ടിയുടെ വരെ പിന്നാലെ പോയി? എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? മറിയക്കുട്ടി എന്താ റേസ് ചെയ്ത ഇഷ്യൂ? അപ്പം അവർ പിന്നീട് നടത്തിയ പ്രസ്താവനകളെല്ലാം വിട്ടേക്കും. അവരിപ്പോൾ BJPക്ക് വേണ്ടിയിട്ട് BJPയുടെ വേദിയിൽ പോയി. അവർക്ക് BJPയുടെ വർഗീയതയെപ്പറ്റി അറിയില്ല, അവർക്ക് ധാരണയില്ലായിരിക്കും. അവർക്ക് ഈ രാജ്യത്തെ സെക്കുലർ ഫാബ്രിക്കിനെ എങ്ങനെയൊക്കെയാണ് BJP തകർക്കുന്നത് എന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ നാട്ടിൽ BJPക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റിയുള്ള രാഷ്ട്രീയ ധാരണ അവർക്കുണ്ടായിരിക്കില്ല. അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം 1600 രൂപയുടെ പെൻഷനാണ്. ഒരു സാധു വീട്ടമ്മയാണ്. അത് ആ പ്രദേശത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വലിയ രാഷ്ട്രീയ ബോധ്യമുള്ള ആളൊന്നുമല്ല. ആ നാട്ടിലൊരു സാധാരണക്കാരിയായ വീട്ടമ്മ അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് 1600 രൂപ വേണം, എൻ്റെ പെൻഷനാണ്, ആ പെൻഷൻ്റെ അവകാശമാണ്. ആ പെൻഷന് വേണ്ടിയിട്ടല്ലേ ഇന്ന് പോലും അങ്ങ് വന്ന് അങ്ങയുടെ വാഹനത്തിൽ അടിച്ച എക്സ്ട്രാ സെസ് ഈ മറിയക്കുട്ടി അടക്കമുള്ള ഇന്നലെ ആത്മഹത്യ ചെയ്ത ആളടക്കമുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്തതല്ലേ നമ്മൾ? നമ്മുടെ ഇത് പിഴിഞ്ഞത് അതിന് വേണ്ടിയിട്ടല്ലേ?
അപ്പോൾ അവരൊരു കൺസേൺ റേസ് ചെയ്തപ്പോൾ എന്താ അവരോട് ചെയ്യുന്ന രീതി? ഇപ്പോൾ പോലും അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ വേറൊരു രാഷ്ട്രീയക്കാരിയല്ലെന്നേ. അവരുടെ ആകെയുള്ള പ്രശ്നം അതാണ്. ഇന്നലെ ആത്മഹത്യ ചെയ്തിട്ടുള്ള ആ മനുഷ്യന് ഈ രാജ്യത്ത് മറ്റൊന്നും അയാളുടെ പ്രശ്നമല്ല. ഈ രാജ്യത്ത് കർഷകർ നേരിടുന്ന പ്രശ്നം അയാളുടെ പ്രശ്നമല്ല. ഈ നാട്ടിലെ തൊഴിലില്ലായ്മ അയാളുടെ പ്രശ്നമല്ല. ഈ നാട്ടിലെ പിൻവാതിൽ നിയമനങ്ങൾ അയാളുടെ വിഷയമല്ല. ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അയാളുടെ വിഷയമല്ല. ഈ നാട്ടിലെ കോടതികളുടെ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെടുന്ന അയാളുടെ വിഷയമല്ല. അയാൾ ആത്മഹത്യ ചെയ്തത് സിംഗിൾ പോയിന്റഡ് ആണ്. അയാൾക്ക് 1600 രൂപ വീതം കൊടുക്കേണ്ട സർക്കാർ കൊടുത്തില്ല. ആ ഇഷ്യൂ തന്നെയാണ് മറിയക്കുട്ടിയും പറയുന്നത്. മറിയക്കുട്ടി ബാക്കി പറഞ്ഞതൊന്നും ഞാൻ എടുക്കുന്നില്ല. മറിയക്കുട്ടിയെ എനിക്കും അങ്ങേക്കും അറിയുന്നത്, ഇടുക്കിക്കാരിയെ മറിയക്കുട്ടിയെ എനിക്കും അങ്ങേക്കും അറിയുന്നത് പെൻഷൻ ചോദിച്ചതിൻ്റെ പേരില്ല. അവരുടെ ആ ഡിമാൻഡ് ഇപ്പോഴും പ്രസന്റിലും ഈ മൊമെന്റിലും റെലവൻ്റ് ആണ്. ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നില്ല, കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നേ ഇല്ലെന്നുള്ള അഭിപ്രായമല്ല ഞാൻ ഉന്നയിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞത് ജനത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് അല്ല. അങ്ങയുടെ അതിർത്തി ഞങ്ങളുടെ കൺസേൺ ആണ്. അങ്ങയുടെ അതിർത്തി വ്യക്തിപരമല്ല. അങ്ങ് ചോദിക്കുന്ന വിഭാഗത്തിൻ്റെ, അങ്ങ് ഏത് വിഭാഗത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണോ ചോദിക്കുന്നത് ആ വിഭാഗത്തിൻ്റെ അതിർത്തി ഞങ്ങളുടെ കൺസേൺ ആണ്. കാരണം നിങ്ങൾ ഈ നാട്ടിലെ വോട്ടർമാരാണ്, പൗരന്മാരാണ്, മനുഷ്യന്മാരാണ്. നിങ്ങൾ കൂടി വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്തും. സമരം നിങ്ങൾ കൂടി വിശ്വാസ്യമായ രീതിയിൽ കൂടുതൽ അഗ്രസീവ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സമരത്തിൻ്റെ ഡിമാൻഡിൻ്റെ കാര്യത്തിലാണ് അഗ്രസീവായി സമരങ്ങളുമായിട്ട് പോകും. 5 വർഷത്തെ അല്ല, മുൻ രാഷ്ട്രീയ ചരിത്രമല്ല ഇപ്പോൾ കേരളത്തിനുള്ളത്. അപ്പോൾ അത് കൃത്യമായി പ്രതിപക്ഷത്തെ തന്നെയല്ലേ ടാർഗറ്റ് ചെയ്യുക ജനങ്ങൾ? തീർച്ചയായും ഭരണപക്ഷത്തെ അല്ല. പ്രതിപക്ഷത്തെ ടാർഗറ്റ് ചെയ്യാൻ പ്രതിപക്ഷം രൂപപ്പെടുന്നതും പീപ്പിൾസ് ചോയ്സ് ആണ്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം പ്രസക്തി ഉണ്ടാവുന്നത്. ജനങ്ങളുടെ ചോയ്സ് ആണല്ലോ ഞങ്ങൾ. പ്രതിപക്ഷവും ജനങ്ങളുടെ ചോയ്സ് ആണ്. അവരുടെ ചോയ്സിനൊത്ത് ഉയരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് വിമർശിക്കാം. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, ഞങ്ങൾ തിരുത്തലുകൾ വരുത്തില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ജനങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടല്ലല്ലോ. സ്വാഭാവികമാണ്. കാരണം നിങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടത്, ജനത്തെ തൃപ്തിപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാനായിരിക്കുമല്ലോ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ശ്രമിക്കാം. പരിമിതികൾ ഉണ്ടാകാം. ഒരു സ്ഥാനാർത്ഥി കുപ്പായമൊക്കെ പ്രതീക്ഷിക്കാമോ? ഇല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇപ്പോൾ സംഘടന ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം തന്നെ വളരെ വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ സമരങ്ങൾ ചെയ്താൽ പോലും മതിയാകാത്ത രീതിയിലുള്ള ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ സംതൃപ്തനാണ്. ആ സംതൃപ്തിയിൽ നിന്നുകൊണ്ട് തൽക്കാലം എൻ്റെ സംഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതിനാണ് എനിക്ക് ഫോക്കസ് ഉള്ളത്. അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വന്നാലും രാഹുൽ വേണ്ടെന്ന് പറയുമോ? അല്ല, ഒന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായല്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് എന്നെ നിയമിച്ചത് എൻ്റെ സംഘടനയാണല്ലോ. ഇനി നാളെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി, ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ കൊണ്ടേ ചെയ്യാൻ കഴിയൂ, അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളെ കൊണ്ടേ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് വിട്ടേക്കൂ. പാർട്ടിയിൽ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളാണ് ഈ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടതെന്ന് ഈ പാർട്ടി പറഞ്ഞാൽ പാർട്ടിക്ക് മുന്നിൽ ഞാനാരാ? എൻ്റെ എസ് നോയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത്? ഒരു പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി അങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ താല്പര്യം നിലവിൽ സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ തുടരാനാണ്. പാർലമെൻ്ററി രംഗത്തേക്ക് പോകാനല്ല. നിലവിൽ സംഘടനാപരമായി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അതിനെ ബഹുമാനിക്കുന്നു. അത് വലിയ ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റണം എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി എന്നോട് പറഞ്ഞാൽ എനിക്ക് യെസ്സോ നോയോ പറയേണ്ടുന്ന ആൾ പോലും അല്ല ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും BJP ഒരു തരത്തിലും മാറ്റം അല്ലെ, നിങ്ങൾക്കൊരു എതിരാളി ആവുന്നില്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? കേരളത്തിലാണോ? കേരളത്തിൽ മത്സരം ഡയറക്റ്റ് ആണല്ലോ. കേരളത്തിലെ മത്സരം കോൺഗ്രസും ലെഫ്റ്റും തമ്മിലാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലാണ്. ഒരു തരത്തിലുള്ള ചലനങ്ങളും BJPക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ വരുത്താൻ പറ്റിയില്ല എന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, വരുത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ 1-2 എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ പാലക്കാട് BJP ജയിക്കും എന്ന പ്രതീതി ഉണ്ടാക്കിയപ്പോൾ പാലക്കാട് ഒരുമിച്ച് നിന്നിട്ടാണ് ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ചത്. അതേ വികാരം ഇപ്പോൾ തൃശ്ശൂരുണ്ട് കേട്ടോ. ആ വികാരത്തെയാണ് പറഞ്ഞത്. ആ വികാരത്തെയാണ് തൃശ്ശൂരിനെയും കേരളത്തിലെ ജനങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. മുൻകാലങ്ങളിലെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ പോലെ അല്ല ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണുന്നത്. ഒന്ന് രാമക്ഷേത്രം വന്നു, പ്രധാനമന്ത്രി നേരിട്ട് വരികയാണ്. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാളുടെ വിവാഹത്തിന് ഇതിനു മുമ്പ് പ്രധാനമന്ത്രി ഇതുപോലൊരു വിവാഹത്തിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ? BJPക്കാരുടെ മക്കളുടെ വിവാഹത്തിന് പോലും അദ്ദേഹം പോകുന്നത് കണ്ടിട്ടില്ല നമ്മൾ. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദിയല്ല, ഇനി അതിനപ്പുറം ഈ സംഘപരിവാറിൻ്റെ സ്ഥാപക നേതാക്കന്മാർ ആരെങ്കിലും വന്നാൽ, ഇപ്പോൾ സവർക്കറോ ഗോൾവാൾക്കറോ അല്ലെങ്കിൽ നാഥൂറാം വിനായക ഗോഡ്സെയോ ഒക്കെ വന്നെന്ന് പറഞ്ഞാലും
ഇളകുന്ന ആളുകളൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്, മലയാളികളുടെ മതേതര ബോധ്യത്തെ. ബാക്കി എന്തിനേയും നിങ്ങൾ ഡിബേറ്റ്ഫുള്ളായിട്ട് വെച്ചോളൂ. മലയാളികളുടെ മതേതര ബോധ്യത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മതേതരത്വത്തിന് വലിയ പ്രതിസന്ധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രാമക്ഷേത്രം വന്നു രാവിലെ നമ്മളതിനെ കാണാതെ. ഞാൻ പറഞ്ഞത് ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അത് വലിയ മാറ്റം കേരള ജനതയിലും വരുത്തിയിട്ടില്ല. കേരളത്തെയാണ് പറയുന്നത്, ഞാൻ കേരളത്തെയാണ് പറയുന്നത്. അതേ ദിവസം നമ്മുടെ വീടുകളിൽ പല ആളുകളും വിളക്ക് കത്തിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, അപ്പൊ അതെന്താ ഐക്യദാർഢ്യമല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ നമ്മൾ രണ്ടും അതിനോട് ചേർത്ത് പറയാലോ എന്ന് വിചാരിച്ചു പറയുന്നത്. നമ്മൾ രണ്ടും നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങയുടെ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്തു, ഞാൻ എൻ്റെ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്തു. എൻ്റെ കോൺഫിഡൻസ് ഈ നാട്ടിലെ ജനങ്ങളുടെ മതേതര മൂല്യങ്ങളിലാണ്, ബോധ്യങ്ങളിലാണ്. ആ മതേതര മൂല്യവും ബോധ്യവും നാട്ടിലെ ജനങ്ങൾ, ഒരു പ്രധാനമന്ത്രി കല്യാണത്തിന് വന്ന് പപ്പടവും പായസവും കഴിച്ചെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളുടെ മതേതര മൂല്യമൊന്നും തകരില്ല. ഏത് ക്ഷേത്രമോ ഏത് പള്ളിയോ എവിടെ വന്നാലും കേരളത്തിലെ ജനങ്ങളുടെ മതേതര മനസ്സിനെ അതൊന്നും സ്പർശിക്കാൻ പോകുന്നില്ല. ഇത്തവണ തൃശ്ശൂർ എന്നല്ല, കേരളത്തിലെ 20 സീറ്റും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി നേടും. തൃശ്ശൂരിൽ കംഫർട്ടബിൾ മാർജിനിൽ വളരെ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരോ അയാൾ ജയിക്കും, ഒരു തർക്കവും വേണ്ട. ഓക്കെ, അപ്പോൾ ഭരണവിരുദ്ധ വികാരമൊക്കെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള സമരമുറകളൊക്കെ ശക്തമാവട്ടെ. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി കുറേ സമയം ഈ തിരക്കിനിടയിൽ തന്നല്ലോ, അത് തന്നെ വളരെ താങ്ക് യു സോ മച്ച്.